ഈ കാലിപ്പെട്ടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കില്ലേ എന്താ ഇപ്പൊ ഇന്ന് പെട്ടിയൊക്കെ പെറുക്കി എടുത്തിട്ട് വന്നിക്കണെന്ന്. വേറൊന്നല്ല, ഇന്ന് നമുക്കൊരു ജങ്ക് ജേർണലിങ് ചെയ്ത് നോക്കിയാലോ. പിന്നെ ജേർണലിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയാ, ഈ പെട്ടികളൊന്നും ഇല്ലല്ല, ഇതൊന്നും ഞാൻ കഴിച്ചതുമല്ല, അതൊന്നും കഴിച്ചതല്ല പറഞ്ഞാൽ ഇതിലത്തെ ഏതത്തെ ഒക്കെ കുറച്ച് ഭാഗമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അതല്ലാണ്ട് ഫുള്ളായിട്ടില്ല ഇതൊന്നും ഇല്ലല്ല. അത് പിന്നെ ഞാൻ മേടിച്ചതുമല്ല, ഇത് എൻ്റെ ബയ്യ, എൻ്റെ അളിയന്, എൻ്റെ താത്താക്ക് വാലന്റൈൻസ് ഡേക്ക് മേടിച്ചു കൊടുത്ത പുതിയ എഡിഷനുകൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മേടിച്ചു കൊടുത്ത ഡയറി മിൽക്കുകളുടെ പാക്കറ്റുകളാണ്. പിന്നെ ഇൻസ്റ്റ തുറന്നാലൊക്കെ കാണാനാണ് ഇങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓരോ ലവേഴ്സ് ആയാലും കപ്പിൾസ് ആയാലും ഇങ്ങനെ മറ്റേ ഹസ്ബൻഡ് ആയാലും ഇങ്ങനെ വൈഫിനൊക്കെ വാലന്റൈൻസ് ഡേക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ, അതല്ലാണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് ചെയ്ത് കൊടുത്താലും ഒക്കെ മേടിച്ചു കൊടുത്താൽ തന്നെ അപ്പം ചെയ്യണതാണ് ഇങ്ങനെ ജങ്ക് ജേർണലിങ്. അത് കാണുമ്പോൾ എൻ്റെ താത്ത അപ്പം തൊട്ട് പറയണതാണ്. എനിക്കും ഇങ്ങനെ താത്താക്ക് പിന്നെ ഒരു പ്രാന്താണ് ഇങ്ങനെ എന്ത് കിട്ടിയാലും എടുത്ത് വെക്കണേ, ഏത് മുട്ടായി മേടിച്ചാലും കവറുകൾ എടുത്ത് വെക്കണത് ഒരു ഓർമ്മക്കൊക്കെ. അപ്പോൾ താത്ത പറഞ്ഞാണ് എന്തായാലും ഇതോളം ഇനി എടുത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടാൽ പിന്നെ കാണാണ്ടാവുമല്ലോ, അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താത്താക്ക് ഒരു ജേർണിങ് ഇങ്ങനെ ചെയ്തു തരുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിലിപ്പോൾ 3 ഡപ്പകളല്ലേ ഉള്ളത്, അപ്പോൾ നമുക്ക് 3 വീഡിയോസ് ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇപ്പം ഈ എടുത്തത് ഡയറി മിൽക്കിൻ്റെ കവർ പറയുന്നതാണ്. ഞാൻ 2024 ഇറങ്ങിയതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത് നേരെ തിരിച്ചായി പോയി, ഇത് 2025 അതിനി പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ കാര്യം പറഞ്ഞാൽ, ഞാനിത് ചെയ്യലൊക്കെ കഴിഞ്ഞു, ഇതിത്തെ റേറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞു, താത്താക്ക് ഇത് എങ്ങനെയുണ്ട്, രസമുണ്ട് ചോദിച്ചപ്പോഴാണ് താത്ത പറയുന്നത് ഇത് 24 ഇത് 25 സാരല്ല, നമുക്ക് ഇനി എന്തായാലും അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെയും കിടക്കണ്ടല്ലോ, 2026 കിടക്കുന്നുണ്ട്, നമുക്ക് അതൊക്കെ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇത് ചെയ്യാൻ നിന്നപ്പോഴാണ് ഓരോ മൂഡ് കളയാനായിട്ട് അതിൻ്റെ ഇടയ്ക്കണം ഓരോന്നുള്ളത്, വേറെ ഒന്നല്ല കേട്ടോ. പക്ഷേ എല്ലാ കുപ്പിയിലാണെങ്കിലും ആകെ ഗ്ലൂല്ലത് വെറും കുറച്ച്, ഇതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെ ചെയ്ത് തീർത്ത് നിൽക്കുക അറിയുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഇപ്പോഴൊന്നും പുറത്തു പോകാത്തതുകൊണ്ട് തന്നെ ഈ 3 ജേർണലിങ്ങിന് ഇനിയും വരുന്ന 2 ജേർണലിങ്ങിന് നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സാരല്ല, ഇനി പറഞ്ഞിട്ട് ഇപ്പം എന്താ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും എന്താ, കാണുന്നത് അവസാനം കാണുന്ന ഒരു രസം പറയണത് ഒരു വേറെ തന്നെ ഒരു രസമാണല്ലോ. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെ മുട്ടായിൻ്റെ കവറൊക്കെ എടുത്ത് വെക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കി, ഇങ്ങനെയൊക്കെ ജേർണലിങ് ചെയ്തിട്ടൊക്കെ അവർ എടുത്ത് വെക്കട്ടേന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ജേർണലിങ് ഇഷ്ടപ്പെട്ടാലും അടുത്ത ജേർണലിങ്ങിൻ്റെ കവറുകൾ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കല്ലേ.